ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വേനൽ ചൂടിനെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർമിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ മധുരം കരിക്ക് പുഡിങ്. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി സമയം കളയാതെ രുചികരമായ കരിക്ക് പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കരിക്ക് പുഡിങ്ങാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: കരിക്ക്, പഞ്ചസാര, ചൈന ഗ്രാസ്, കരിക്കിൻ്റെ വെള്ളം. ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കാം. എനിക്ക് ചൈന ഗ്രാസിൻ്റെ പൊടിയല്ല കിട്ടിയത്, അതുകൊണ്ട് ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിനകത്തിട്ട് കലക്കിയെടുത്താൽ മതിയായിരുന്നു. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഒഴിക്കാം. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇടുന്നുണ്ട് ഇതിനൊരു മധുരത്തിന്. തിളച്ച് വന്നിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാമേ. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. പാത്രത്തിൽ ഒഴിച്ച് വെച്ചത് ആറാൻ വെക്കാമേ. നമുക്ക് ഈ കരിക്കൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ തേങ്ങാവെള്ളമാണ്, ഒരു ശകലം തേങ്ങാവെള്ളം കൂടെ ഒഴിക്കുവാണ്. പച്ചവെള്ളം ഒഴിച്ചാലും മതി. നമ്മളിത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പാല് ചൂടായി വരുമ്പം ഒരു 6 സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇട്ടോണം. ഞാനിപ്പോൾ 6 സ്പൂൺ പഞ്ചസാര ഇടുന്നത്. ഈ കരിക്ക് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാമേ. ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ് നമ്മൾ എടുത്തത്. അതിൽ പകുതി ആദ്യം നമ്മൾ ഉരുക്കി വെച്ചായിരുന്നു, പിന്നെ പകുതി ചൂടുവെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ചൂടുവെള്ളത്തിലല്ല, അടുപ്പേ വെച്ച് ഉരുക്കിയിട്ട് മാറ്റി വെച്ചതാണ്. ഇതും കൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. പിന്നെ ഒത്തിരി സമയം ഇട്ടേക്കണ്ട. തീ ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പോൾ നമുക്ക് പാത്രത്തിൽ സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ആ ഇളനീരിൻ്റെ വെള്ളവും ചൈന ഗ്രാസും കൂടെ ആദ്യം ഉരുക്കി വെച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിനകത്തോട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാമേ, ജെല്ലിയുടെ മണ്ടയിലോട്ട്. പുഡിങ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ രുചികരമായ റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ബൈ ബൈ.